വാട്ട്സപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ എവിടെ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂട് പൊറോട്ടയും അതുപോലെ തന്നെ ബീഫും കഴിക്കാനാണ് വന്നേക്കണം. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് എന്ന് പറയുന്ന സാധനം അടുപ്പിൽ സ്ലോ കുക്ക് ചെയ്തെടുത്ത ബീഫാണ്. നല്ല സോഫ്റ്റ് ബീഫാണ്. അതിനോടൊപ്പം തന്നെ നല്ല ചൂട് പൊറോട്ട കഴിക്കാനാണ് നമ്മൾ വന്നേക്കണം. അപ്പോൾ നമ്മൾ പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വെറുതെ സീൻ സ്ഥലം തന്നെയാണ്. കാര്യം നല്ല പൊറോട്ടയാണ്, നല്ല എന്താ പറയുക അടിച്ച പൊറോട്ടയാണ്. അതുപോലെ തന്നെ ബീഫ് നല്ല സ്ലോ കുക്ക് ചെയ്ത ബീഫ്, അതായത് വിറകടുപ്പിൽ വെച്ച് പതിയെ 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 വേവിച്ചെടുത്ത ബീഫ്. ഇതേ നമ്മുടെ ബീഫ് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബീഫ് പറഞ്ഞാൽ മതി, 2 പേർക്ക് ലാവിഷായിട്ട് കഴിക്കാനുള്ള ബീഫുണ്ട്. പക്ഷേ ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 ബീഫ് പറഞ്ഞ്. പിന്നെ ഇവിടുത്തെ ഈ ബീഫിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ എന്താ പറയുക, ബീഫിൽ വേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. കംപ്ലീറ്റ് നല്ല ഇറച്ചിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് നമുക്ക് ആ കഴിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയാം. അപ്പോൾ നമ്മൾ നേരെ ബീഫ് എടുത്തിട്ട് നേരെ ഇതേപോലെ പൊറോട്ടയിലേക്ക് ഇട്ടിട്ട് ഇതേ കണ്ട, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതിൻ്റെ സോഫ്റ്റ്നെസ് എത്രത്തോളം ഉണ്ടെന്ന്. പൊടിഞ്ഞു പോകും. നമ്മളിങ്ങനെ ഒരു കണ്ണം കയ്യിലെടുത്ത് ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് അത് വിട്ടുപോകും. കണ്ട, അതാണ് ഇവിടുത്തെ ബീഫിൻ്റെ പ്രത്യേകത തന്നെ. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മളൊരു ഇടിവെട്ട് സാധനം കൂടി പറഞ്ഞ്, അതാണ് നമ്മുടെ പാലും വെള്ളം. ആഫ്റ്റർ എ ലോങ് ടൈമാണ് നമ്മൾ പാലും വെള്ളം കുടിക്കുന്ന. കാര്യം കുഞ്ഞിലേക്ക് കുടിച്ചാണ്, പിന്നെ ഇവിടെ വന്നിട്ടാണ് നമ്മൾ പാലും വെള്ളം കുടിക്കുന്നത്. അങ്ങനെ നമ്മൾ പൊറോട്ടയും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് കഴിച്ച് അത്യാവശ്യം ഹെവി ക്വാണ്ടിറ്റിയിൽ ബീഫ് ഉണ്ടായിരുന്നു. ഒരു പാത്രമേ തീർന്നിട്ടുള്ളായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ പൊറോട്ട കാലായി, പിന്നെയും മിച്ചം ബീഫ് ഇരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് ഓരോ ബീഫായിട്ട് അങ്ങ് പെറുക്കി തിന്ന്, അല്ലാണ്ട് ഈ സാധനം തീരണ്ടേ. അപ്പം ഇതൊരു എന്താ പറയുക, നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അപ്പം ഈ നമ്മുടെ പൊറോട്ടയും ബീഫും കഴിക്കാൻ പറ്റിയ സ്ഥലം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ സ്ഥലം വരുന്നത് നമ്മുടെ പാപ്പാളി മുസ്ലിം പള്ളിയുടെ നേരെ ഓപ്പോസിറ്റാണ് കട വരുന്നത്. ഇത് ശരിക്കും നമ്മൾ എറണാകുളത്തു നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മണ്ണഞ്ചേരി റൂട്ടിൽ പോയിട്ട് പനയിൽ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ഇറക്കണ റോഡാണ്. അതിപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പനയിൽ ജംഗ്ഷൻ നോക്കിയാൽ മതി, അല്ലെങ്കിൽ പാപ്പാളി ചർച്ച് നോക്കിയാൽ മതി. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗൂഗിൾ പേയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ കയ്യിൽ ക്യാഷുമായിട്ട് തന്നെ വരണം. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. സമാധാനം പുറത്ത്. പീസ് ഔട്ട്.